പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാ എന്നെ തൊടേണമേ നിൻ ശക്തിയാ. ബലഹീനമാ നീ മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കേണമേ. മുറിവേറ്റ കരം നൽകും ആശ്വാസവും എൻ ഭാവമായിടട്ടെ ഇപ്പോൾ. ഓ യേശുവേ, സ്പർശിക്കാ എന്നെ നീ നിൻ ആത്മാവാ നിറയ്ക്കാ ശക്തിദാ. എൻ ഓട്ടം ഞാൻ തികയ്ക്കാം, ജയിക്കാം. വിശന്നവർക്കെന്നപ്പം പകുത്തു നൽകാം, എൻ കൈകളിൽ ആത്മധൈര്യം നൽകാം. അന്യായ ബന്ധനങ്ങൾ ഒഴിക്കാൻ എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാം. തളരാതെ ഓടുവാൻ അളവില്ലാതെ കരുത്തെനിക്കേകിടണേ ഇപ്പോൾ. ഓ യേശുവേ, സ്പർശിക്കാ എന്നെ നീ നിൻ ആത്മാവാ നിറയ്ക്കാ ശക്തിദാ. എൻ ഓട്ടം ഞാൻ തികയ്ക്കാം, ജയിക്കാം. പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാ എന്നെ തൊടേണമേ നിൻ ശക്തിയാ. ബലഹീനമാ ഈ മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കേണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഈ ഭാഗത്ത് 13 മുതലുള്ള വാക്യങ്ങളിൽ ഉപ്പ്, വിളക്ക് എന്നീ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പാഠങ്ങളാണ്. ഉപ്പീന്നും വിളക്കീന്നും പഠിക്കേണ്ടത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? അത് എന്താ പറയുക, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നും. എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പറയാം, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പക്ഷെ അത് മറച്ചു വെക്കാനല്ല നമ്മളിൽ വെളിച്ചം ദൈവം തന്നിരിക്കുന്നത്. ഈ വെളിച്ചം അനേർക്ക് കൊടുക്കാൻ. ശരിക്കുമുള്ള വെളിച്ചം ആരാ? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പ്രകാശം സ്വീകരിച്ച് ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ നീതി സൂര്യനായ യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് നമ്മൾ അനേകരിലേക്ക് കൊടുക്കണം. ഈ പ്രകാശം എന്താണ്? ഈ പ്രകാശമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ട് നടക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഒരിക്കലും അല്ല. അവിടെ പറയണം, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളിലൂടെ വരുന്ന
നല്ല പ്രവൃത്തികൾ. ഇത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്ന് ദേഷ്യപ്പെടാതൊരു ദിവസം ജീവിക്കാൻ നമുക്ക് സ്വയം സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇന്ന് ദേഷ്യപ്പെടേണ്ടെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറണമെന്ന് വിചാരിച്ചാൽ, ഞാനും നിങ്ങളും വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ നടക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നു എന്ന് പറയാം. അപ്പം പരിശുദ്ധാത്മാവ് സഹായിച്ചാലേ കഴിയത്തും. കഴിഞ്ഞിടയിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒത്തിരി ധ്യാനം ഇരിക്കുന്നുണ്ട്, ഒത്തിരി മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ബ്രദറെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നല്ലതായിട്ട് ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന ഒരാൾ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരാൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനല്ലാതെ നമ്മെ സഹായിക്കാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പം പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവ് എന്നെ നിന്ന് സഹായിക്കണേ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇതാ പറഞ്ഞു, പിന്നെ അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കത്തിച്ചിട്ട് പറയും കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടല്ലോ, വിളക്ക് വെക്കുമാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കട്ടിങ്കീഴിലാണ് വിളക്ക് വെക്കുന്നത്. പിന്നെ ഇവിടെ തണ്ടിന്മേലല്ലയോ വെക്കേണ്ടത് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പ്രകാശം, നമ്മളിലുള്ള വെളിച്ചം അനേകര് കാണണമെന്നുള്ള. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷത പറയുന്ന കർത്താവ് പറയുന്ന ഭാഗം ലൂക്കോസ് വിശദീകരിക്കും പറയാണ്, വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. എന്നിട്ട് പറയാം, ശരീരത്തിന് വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും, ദോഷമുള്ളതെങ്കിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായിരിക്കാൻ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിക്കും പോലെ അശേഷം പ്രകാശമായിരിക്കും. പത്രോസ് എഴുതിയ ലേഖനം 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അത്ഭുത പ്രകാശം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവാണ്. നമ്മൾ അന്ധകാരത്തിൽ നിന്നവരാണ്, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കത്തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. എന്നിട്ട് പറയാണ്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. എന്നിട്ട് പറയാം, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും എന്താ ചെയ്യണം? മറ്റുള്ളവരെപ്പോഴും ദുഷിച്ചുകൊണ്ടായിരിക്കും. ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ, അതാണ് പ്രകാശം, കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരുടെ ഇടയിൽ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കണം. അങ്ങനെ ആ നടപ്പാണ് വെളിച്ചം. അത് കണ്ട് നല്ല പ്രവൃത്തിയാണ് വെളിച്ചം. ഇവിടുന്നൂടെ വായിക്കാം, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കും. നമുക്കത് സ്വയം ചെയ്യാൻ പറ്റത്തില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്ന് പ്രഭാതത്തിൽ തേടാം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഇത് നല്ലത് വേണം സംസാരിക്കാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വം വരുത്തേണ്ടതിന്, എൻ്റെ വെളിച്ചം മറ്റുള്ളവരിൽ പ്രകാശിക്കേണ്ടതിന്, നല്ല പ്രവൃത്തി ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണല്ലോ. ഞങ്ങളുടെ അത്ഭുത പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശിക്കുന്നത് കർത്താവെ ഞങ്ങളിലുള്ള നല്ല പ്രവൃത്തികളാണല്ലോ. ആ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണേ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ.
ഭയങ്ങൾ മാറിപ്പോട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാ എന്നെ തൊടേണമേ നിൻ ശക്തിയാ. ബലഹീനമാ ഈ മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കേണമേ. മുറിവേറ്റ കരം നൽകും ആശ്വാസവും എൻ ഭാവമായിടട്ടെ ഇപ്പോൾ. ഓ യേശുവേ, സ്പർശിക്കാം എന്നെ നീ നിന്നാത്മാവാ നിറയ്ക്കാം. ശക്തിദാ എന്നോട്ടം ഞാൻ തികയ്ക്കാം, ജയിക്കാം.